ഹലോ, വെൽക്കം ടു ജീവോസ് വ്ളോഗ്സ്. അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ അധികമാരും ഇഷ്ടപ്പെടാത്ത ഒരു കുഞ്ഞൻ കയ്പക്കായം കൊണ്ടാണ്. മറ്റാരുമല്ല, നമ്മുടെ പാവയ്ക്ക തോരൻ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഈ പാവയ്ക്ക കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് മുതൽ, പിന്നെ നമ്മളുടെ വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് മുതൽ, കൊളസ്ട്രോൾ മാനേജ്മെൻറ്റ് മുതൽ, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ പാവയ്ക്ക തോരൻ. അപ്പം അങ്ങനെയുള്ള ഒരു പാവയ്ക്ക നമ്മൾ എണ്ണയിലിട്ട് കടുകൊക്കെ വറുത്ത് അതിൻ്റെ നീരെല്ലാം ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ഗുണമില്ലാതെ എന്തൊക്കെയോ ചവറ് ഒലത്തി കഴിക്കുന്നത് പോലെ കഴിച്ചിട്ടൊരു പ്രയോജനവുമില്ല അല്ലേ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ പാവയ്ക്ക കുഞ്ഞന്മാർ കയ്പ് ഉള്ളത് കാരണം ഷുഗർ രോഗികൾക്ക് നല്ലതാണെന്നൊരു പരക്കെ പറച്ചിലുണ്ട്. അതേ പരക്കെ പറച്ചിലല്ല കേട്ടോ. സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ പാവയ്ക്കയ്ക്ക് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്തായാലും നമ്മളുടെ പാവയ്ക്കയുടെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ പാവയ്ക്ക തോരനുണ്ടാക്കുന്നതിലേക്ക് എടുത്തിരിക്കുന്നത് 3 നല്ല അധികം മൂക്കാത്ത പാവയ്ക്കയും 2 സവോളയും ഒരു 3 പച്ചമുളകുമാണ് കേട്ടോ. അധികം എരിവോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലോട്ട് എങ്ങനെ കട്ട് ചെയ്താലെന്താ, ഇതെല്ലാം വയറിലോട്ട് പോകാനുള്ളതല്ലേ. പക്ഷേ ഞാൻ ഈ ഒരു തോരനുണ്ടാക്കുമ്പോൾ പാവയ്ക്ക ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരിയാറ്. നോക്കിക്കേ, ഇതുപോലെ അരിഞ്ഞാണ് ഞാൻ പാവയ്ക്ക ഈ തോരൻ വെക്കാറ്. കൊത്തി അരിഞ്ഞും നീളത്തിലരിയും വട്ടത്തിലരിഞ്ഞും ഒക്കെ പല ഡിഷസ് ഉണ്ടാക്കാറുണ്ടെങ്കിലും ദേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാത്രമേ അരിയാറുള്ളൂ. കയ്പ കുഞ്ഞന്മാരെ വട്ടത്തിൽ കറക്കി ചെരിച്ച് ദേ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിയാം. അതിനുശേഷം ദേ 2 സവാളകളെ ഞാൻ അരിഞ്ഞിരിക്കുന്നത് ദേ ഇങ്ങനെയാണ് കേട്ടോ. അധികം നീളത്തിലല്ല. പാവയ്ക്ക കുട്ടന്മാരെ അരിഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ചെരിച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കിടക്കുമ്പോൾ ഒരു കുടുംബത്തിലാണെന്നൊക്കെ തോന്നണ്ടേ. അങ്ങനെ അപ്പം ഇനി ഈ കയ്പയ്ക്ക കുട്ടന്മാരെ എല്ലാം കൂടെ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കടുക് പൊട്ടിക്കലില്ല, എണ്ണ ഒഴിക്കലില്ല കേട്ടോ ആദ്യമേ തന്നെ. അപ്പം നമുക്കിവൻ്റെ നീരൊന്നും കളയണ്ട. ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഇതോടുകൂടി തന്നെ കറിയിലാവട്ടെ. അപ്പം നമുക്ക് ഉണ്ടാക്കുവാനായിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവരെ എല്ലാം അതിലുള്ളോട്ടാക്കിയതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം വേണ്ട ഒഴിച്ച് ഒന്ന് ആവിയിൽ വേവാനായിട്ട് മൂടി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ആവി കയറാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പാവയ്ക്കയിൽ നിന്നും നീരിറങ്ങിക്കോളും. അപ്പം നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആയിക്കോളും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് മറുപുറം ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടിയിലുള്ള പാവയ്ക്ക വെന്ത് കഴിയുമ്പോൾ മുകളിലുള്ളത് കൂടെ ഒന്ന് വേവട്ടെ. നമുക്ക് ഇതിലോട്ട് ഇനി അടുത്തത് ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങ ചിരവിയതാണ് കേട്ടോ. 3/4 വെന്തിരിക്കുന്ന പാവയ്ക്കയുടെ നടുവിലൊരു കുഴിയുണ്ടാക്കി ചിരവിയ തേങ്ങ അതിൻ്റെ ഉള്ളിലോട്ടിട്ട് സൈഡിൽ നിന്നും പാവയ്ക്കയെ തട്ടിപ്പൊത്തി ആ തേങ്ങയെ കൂടി ഒന്ന് വേവാൻ അവസരം കൊടുക്കണേ. ഇതേ ഇനി നമുക്കൊന്ന് ഇളക്കാം. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഇളക്കി നന്നായിട്ട് വിടർത്തിയിട്ട് ഇളക്കിയെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ച് ഒന്ന് തോരനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി തേങ്ങയും കൂടി ഇട്ടതല്ലേ, നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഫൈനൽ ടച്ച് ഉപ്പെല്ലാം ചേർത്ത് നമുക്ക് കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഫൈനൽ ടച്ചിലെത്തിയ നമ്മുടെ പാവയ്ക്ക ഇപ്പോഴും കഴിക്കാൻ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ മേമ്പൊടിയായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്പം പോലും വേണ്ട എന്നുള്ളവർ ആ പാർട്ടും കൂടെ സ്കിപ്പ് ചെയ്തോളൂ. അല്ലാതെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഏതൊരു പച്ചക്കറിയും ആവിയിൽ വേവിച്ച് കഴിക്കുന്നതിൻ്റെ ഗുണം മറ്റൊന്ന് തന്നെയാണ്. ഇതേ നമ്മളുടെ സ്വാദിഷ്ടമായ കയ്പില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കയ്പ് ഉണ്ടാവില്ലെന്നും ഞാൻ പറയില്ല. കയ്പുണ്ട്. പാവയ്ക്ക എന്താണോ അതിൻ്റെ യഥാർത്ഥ രുചിയിലും മണത്തിലും ടേസ്റ്റിലും ഒക്കെ നമുക്ക് കഴിക്കാം. ദേ നല്ല സൂപ്പർ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ തന്നെ. എൻ്റെ ഈ കൊച്ചു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.